അശ്വതി കൊടുത്ത മരുന്ന് കുടിച്ചതും ഔത വീണുന്നല്ലേ വർക്കിച്ചൻ പറഞ്ഞത്? അശ്വതിയുടെ കയ്യിൽ നിന്ന് വാങ്ങി വർക്കിച്ചനാ ഔത പാപ്പയ്ക്ക് മരുന്ന് കൊടുത്തത്. ഞാൻ ആ വർക്കിച്ചനിട്ടൊരു അലക്കലക്കട്ടാച്ചോ. വേണ്ട, ഔതയുടെ സമ്മതമില്ലാതെ ഒന്നും ചെയ്യരുത്. എന്ത് ചെയ്യണമെന്ന് ഔതയ്ക്ക് അറിയാം. ഔതയ്ക്ക് എന്തെങ്കിലും സംഭവിച്ചോ? എടാ അവന്മാരെ, സത്യമാണോ പറയുന്നത്? അവത ചത്തോ? പെട്ടിയെടുക്കാമെന്ന വർക്കത്തിനാ തൊമ്മിച്ച മുതലാളി വേഗം വിവരം അറിയിക്കാൻ പറഞ്ഞത്. ഞങ്ങൾ അങ്ങോട്ട് പോവുക. ഈ കേട്ടത് സത്യമാണെങ്കിൽ ബംഗ്ലാവിലവതയുടെ ശവടക്ക് നമ്മളൊന്ന് ആഘോഷിക്കും. പൊയ്ക്കോ. ശരി. നിന്റെ ഔത ക്ലോസ്. അവ ബുദ്ധിയുള്ളവനാ. നീ പറഞ്ഞതുപോലെ ഉദ്ഘാടനത്തിന് അവൻ സ്വന്തം ശവം കയ്യിൽ കൊല്ലിച്ചതല്ലേ നിങ്ങൾ? എനിക്കറിയാം, നിങ്ങൾ കൊല്ലിച്ചതാവത് ചേനെ. ശരി മുതലാളി. മോനെ കൃഷ്ണനുണ്ണി, ഒരസുഖം ഉണ്ടായിരുന്ന ആളല്ലോ, ഇത്ര പെട്ടെന്ന്. ഇറങ്ങാൻ വരട്ടെ. അപ്പോഴെങ്ങനാ ത്രേസി വിളിച്ചിട്ട് കിട്ടുന്നില്ല? മക്കളെ അറിയിക്കണ്ടായോ? അല്ല, അടക്കം ചെയ്യുന്ന എവിടെ വെച്ചോ? ഇവിടോ അതോ ചാച്ചന്റെ അപ്പന്റെ വീട്ടുവളപ്പിലോ? എല്ലാ ഔത പറയും പോലെ. അത് മതി. അന്തപ്പനെ ആദ്യം വിവരം അറിയിക്കണ്ടേ വെച്ചോ? അവനല്ലേ മൂത്തമോൻ. ഉത്സാഹ കമ്മിറ്റി ഉണ്ടാക്കാൻ വരട്ടെ വർക്കിച്ച. എല്ലാ കാര്യങ്ങളും കൃഷ്ണനുണ്ണി തീരുമാനിക്കും. അവനെ ഔത ഏൽപ്പിച്ചിരിക്കുന്നു. ഇവൻ ഇവിടെ എച്ചിലെടുക്കുന്ന ഒരു പണിക്കാരൻ മാത്രമാണോ? ചാച്ചന് ഇവിടെ ആകെ ഉള്ളൊരു ബന്ധു ഞാനാ. മരിച്ചു കഴിഞ്ഞാൽ ഏത് മനുഷ്യനും പിന്നെ എച്ചിലാടുന്നു. ഈ എച്ചിൽ നിനക്ക് അവകാശപ്പെട്ടതാണ്. പള്ളിയിലെ ചടങ്ങ് മുതൽ എല്ലാ കാര്യങ്ങളും നീ മുന്നിൽ നിന്ന് നടത്തിയാൽ മാത്രമേ ഞാനും നാട്ടുകാരും നിന്നോടൊപ്പം ഉണ്ടാവൂ. ഈ വർക്കിച്ചനും തൊമ്മിച്ചനും ഒന്നും അല്ല ഔതയ്ക്ക് കുഴിവെട്ടേണ്ടത്. വാ. ഐശ്വര്യത്തോടെ ഇരിക്കുമ്പോ മരിക്കുന്നത് ഒരു കണക്കിന് ഭാഗ്യം തന്നെയാണേ. ചാച്ച കായം കലക്കി തൗണ്ടി എനിക്കാരോ വിഷം വെച്ചതാ. കൊണ്ടുവരാം. ഔത വിടൂ, ഔത വിടൂ, വിടൂ. എന്തായി? ഔതപ്പാപ്പ ആരോ ചതിച്ചതാ. ആരാന്ന് മാത്രം ഔതപ്പാപ്പ പറയുന്നില്ല. ആര് ചതിക്കാൻ? അശ്വതി കൊടുത്ത മരുന്ന് കുടിച്ചതും ഔത വീണുന്നല്ലേ വർക്കിച്ചൻ പറഞ്ഞത്? അശ്വതിയുടെ കയ്യിൽ നിന്ന് വാങ്ങി വർക്കിച്ചനാ ഔതപ്പാപ്പയ്ക്ക് മരുന്ന് കൊടുത്തത്. ഞാൻ ആ വർക്കിച്ചനിട്ടൊരു അലക്കലക്കട്ടാച്ചോ. വേണ്ട, ഔതയുടെ സമ്മതമില്ലാതെ ഒന്നും ചെയ്യരുത്. എന്ത് ചെയ്യണമെന്ന് ഔതയ്ക്ക് അറിയാം. ഔതയ്ക്ക് എന്തെങ്കിലും സംഭവിച്ചോ? അവിടെ കിടക്കുന്ന ബാക്കിയുള്ളവർക്ക് എന്തെങ്കിലും സംഭവിക്കും. ഇഞ്ചക്ഷൻ കൊടുക്കാൻ ചെന്ന എന്നെ ചീത്ത വിളിച്ചതാ. അങ്ങേർക്ക് ബംഗ്ലാവിലേക്ക് പോണെന്നു. ഔതയ്ക്കും എനിക്കും ഇഞ്ചക്ഷൻ പേടിയാ. ഗുളിക കൊടുത്താ മതി. എല്ലാ ഇഞ്ചക്ഷനും ഗുളികയാക്കാൻ പറ്റുവോ? ഓ, പറ്റില്ലല്ലേ. എന്നാ എല്ലാ ഗുളികയും ഇഞ്ചക്ഷൻ ആക്കാൻ പറ്റുമോ? അച്ഛനായതുകൊണ്ട് ഞാൻ മറുപടി പറയുന്നില്ല. രാവിലെ ഇറങ്ങിയിരിക്കുക ഗുളിക ഇഞ്ചക്ഷൻ ആക്കാൻ. പെണ്ണുങ്ങളുടെ വായിൽ നോക്കി അച്ഛൻ തെറ്റി ഇങ്ങോട്ട് വരാൻ പറയടാ.